നമസ്കാരം. ഗ്രാമി ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. CPI നേതാവിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ വലപ്പാട് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് തുടക്കമായി. പഴുവിൽ രഘുമാരാരെ അന്തിക്കാട് വടക്കേക്കര മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി ആദരിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലമ്പറമ്പിലിനെ വലപ്പാട് SHO മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CPI നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സഖാവ് ബിജു പോലീസ് സ്റ്റേഷനകത്ത് കയറിയപ്പോൾ SHO പറയുന്നത് അദ്ദേഹത്തിന് ബിജുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞങ്ങളിവിടെ വിനയപൂർവ്വം നിങ്ങളുടെ വാദത്തെ അംഗീകരിക്കുന്നു. ബിജുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരി, സമ്മതിക്കുന്നു. ബിജു ഒരു പൊതുപ്രവർത്തകനാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സകല മനുഷ്യരും അവരുടെ ജീവിതത്തിലെ അവസാനത്തെ അത്താണിയായി അഭയകേന്ദ്രമായി നോക്കിക്കാണുന്ന പോലീസ് സ്റ്റേഷനെയാണ്. ഒരു നാട്ടിലെ സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടാൽ പൊതുപ്രവർത്തകനാണ് എങ്കിൽ അയാളെ ഞങ്ങൾ ആക്രമിക്കുമായിരുന്നില്ല എന്ന് പറയുന്നത് ഏത് വാദത്തിന്റെ ഭാഗമാണ്? ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പൊതുപ്രവർത്തകനാണെങ്കിലും നാട്ടിലെ സാധാരണ പൗരനാണെങ്കിലും അവന് നീതി നിഷേധിക്കപ്പെടരുത്. നമ്മളിപ്പെട്ട് ഇവരെ മുഴുവൻ ഞങ്ങൾ അകത്താക്കുമെന്ന് വലപ്പാട് പോലീസിലെ ഈ പീറ പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഒരുപാട് നിയന്ത്രണങ്ങളെയും നിരോധനങ്ങളെയും അതിജീവിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടം വരെ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ലാത്തിയും തോക്കും നിയമവും കാണിച്ച് ഞങ്ങളെ അങ്ങ് വരട്ടാൻ നോക്കിയാൽ അതിലങ്ങനെ വരണ്ടു പോകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെങ്കിലും പോലീസുകാരെ മീശ പിരിച്ച് കുംഭകുലുക്കി ഞങ്ങളുടെ നേരെ പരാക്രമം കാണിക്കാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോക്കറ്റിൽ 4 ആയി മടക്കി വെച്ചുകൊള്ളണം. ജില്ലാ കമ്മിറ്റി അംഗം M സ്വർണലത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷീന പറയങ്ങാട്ടിൽ, നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, ജില്ലാ കമ്മിറ്റി അംഗം സജിന പർവീൻ, നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക, നാട്ടിക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KM കിഷോർ കുമാർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MB സുരേഷ് കുമാർ, KB ജോഷി, ബാബു, CK കൃഷ്ണകുമാർ, MK അനിൽകുമാർ, വലപ്പാട് ലോക്കൽ സെക്രട്ടറി AG സുഭാഷ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ BV പ്രദീപ്, LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ വിജയരാഘവൻ തട്ടുപറമ്പിൽ, വലപ്പാട് അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് തുടക്കമായി. പൂജാവിധികൾ പൂർത്തിയാക്കി പ്രധാന ചടങ്ങായ കോഴിക്കല്ല് മൂടൽ നടന്നു. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർ വടക്കേ നടയിലുള്ള ദീപസ്തംഭത്തിന് താഴെയുള്ള വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ കുഴിയെടുത്ത് മൂടി മൺതിട്ടയുണ്ടാക്കിയതിനു ശേഷം അതിന്മേൽ ചെമ്പെട്ട് വിരിച്ചു. തുടർന്ന് ഭഗവതി വീട്ടിലെ കാരണവർ ആചാരക്രമപ്രകാരം തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 വട്ടം വിളിച്ചു ചോദിച്ചു. വടക്കേ മലബാറിൽ നിന്നുമെത്തിയ തച്ചോളി തറവാട്ടുകാർ
കോഴിക്കല്ലിൽ ആദ്യ കോഴിയെ സമർപ്പിച്ചു. വിവിധ ദിക്കുകളിൽ നിന്നുമെത്തിയ ഭക്തർ ദേവിക്ക് പട്ടും കോഴിയും സമർപ്പിച്ചു. കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞതോടെ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ കോണിൽ വേണാടൻ കൊടികൾ ഉയർന്നു. അശ്വതി നാളിൽ നടക്കുന്ന തൃച്ചന്ദനച്ചാർത്ത് പൂജയും ആയിരങ്ങൾ പങ്കെടുക്കുന്ന കാവു തീണ്ടലുമാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ഭരണിനാളിൽ കുശ്മാണ്ഡ ബലി അർപ്പിക്കുന്നതോടെ മീനഭരണി ആഘോഷം സമാപിക്കും. മണലൂർ ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിൽ കട്ടിളവെപ്പ് ചടങ്ങ് നടത്തി. കല്ലേലി ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആചാരി രാധാകൃഷ്ണൻ, ജയൻ പാവറട്ടി എന്നിവർ ചേർന്ന് ചടങ്ങുകൾ നിർവഹിച്ചത്. ക്ഷേത്രം സെക്രട്ടറി OS ശരത്, പ്രസിഡന്റ് CS മധുസൂദനൻ, സതീഷ് ബാബു, മോഹനൻ കോലാട്ട്, സുധീർലാൽ, ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി, ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാടനപ്പള്ളി 6-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും വാർഡ് സമ്മേളനവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് മുൻ MPയുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TP രഞ്ജിഷ് അധ്യക്ഷനായി. മുൻ MLA PA മാധവൻ, അഡ്വക്കേറ്റ് MA മുസ്തഫ, PD ബെന്നി, AA മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മുൻകാല കോൺഗ്രസ് നേതാക്കളായ ആന്തുപറമ്പിൽ പത്മനാഭൻ മാസ്റ്റർ, പള്ളിക്കണ്ടി സെയ്തു, VN ബേബി എന്നിവരെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക സുവർണ മുദ്ര പുരസ്കാരത്തിന് അർഹനായ പഴുവിൽ രഘുമാരാരെ അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി ആദരിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് പുരസ്കാരം നൽകുന്നത്. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പൊന്നാടയും ഉപഹാരവും പ്രശസ്തിപത്രവും രഘുമാരാർക്ക് സമ്മാനിച്ചു. കിട്ടിയിരിക്കുന്ന പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന അത്യപൂർവമായിട്ടുള്ള 2 പുരസ്കാരങ്ങളാണ്. ഒന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊടുക്കുന്ന പുരസ്കാരവും അതുപോലെ തന്നെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ ശാസ്ത്ര പുരസ്കാരവും രണ്ടുപേരും കരസ്ഥമാക്കി എന്നുള്ളത്. ഇവിടുത്തെ വാദ്യകലാ സംഘത്തിൻ്റെ ഗുരുനാഥന്മാരാണ് രണ്ടുപേരും. മാത്രമല്ല നമ്മുടെ ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഇവിടുത്തെ ഒരു ജനകീയ സംവിധാനത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഇവർ രണ്ടുപേരെ ആദരിച്ചിരിക്കുന്നത്. അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് രണ്ടുപേർക്കും. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ ലഭ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ പുരസ്കാരം ഇനിയും നേടാൻ കഴിയുന്ന ഒട്ടനവധി കലാകാരന്മാരെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ വാദ്യ കലാകാരന്മാരെല്ലാം ഇവിടെ നമ്മുടെ മറ്റൊരു പ്രമാണി കൂടി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെയും കൂടി ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ഇവരോടെല്ലാമുള്ള ഈ പ്രത്യേകിച്ച് മേള കലാകാരന്മാരുമായിട്ട് ഏത് കാലത്തും ഏറ്റവും അധികം ബന്ധം പുലർത്തുന്ന ഒരു ജനപ്രതി എന്ന നിലയിൽ ഈ വാദ്യകലാ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സമിതിയുടെ ഏതൊരു ചെറിയ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞാലും ഞാൻ വരാറുണ്ട്. ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാര ജേതാവ് കുമ്മത്ത് നന്ദൻ, മാധ്യമപ്രവർത്തകരായ ഗ്രാമ്യ ഓർബിറ്റ് TCV ചാനൽ ക്യാമറാമാൻ സായുജ് ത്രിപ്രയാർ, അരുൺ ദർശന എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും VS സുനിൽകുമാർ സമ്മാനിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി സജീഷ് കുറുവത്ത്, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മേനോത്ത്, ജോയിന്റ് സെക്രട്ടറി ഷാജി കുറുപ്പത്ത്, ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, കീഴൂട്ടു നന്ദൻ, കമ്മിറ്റി ഭാരവാഹികളായ E രമേശൻ, രാംകുമാർ കാട്ടാനിൽ, കൃഷ്ണപ്രസാദ് നമ്പീശൻ, രാജേഷ് പുതുമന, ഉണ്ണി നെച്ചിക്കോട്ടെ എന്നിവർ പങ്കെടുത്തു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കീഴിലെ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രോഗി പരിചരണ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന് തൃപ്പയാർ വൈമാളിൽ തുടക്കമായി. ആൽഫ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും വിശദീകരിക്കുന്ന LED പ്രസന്റേഷന്റെ സഹായത്തോടെയാണ് സ്റ്റാളിന്റെ പ്രവർത്തനം.
ലക്ഷ്യ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫാക്കൽറ്റിയും കഴിമ്പുറം സ്വദേശിയുമായ KA വിശ്വാസിൽ നിന്ന് കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ECS ഫോം സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. SAPC സംസ്ഥാന കോർഡിനേറ്റർ വിജയൻ വിൽസൺ, തളിക്കുളം ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഫാബിൻ ബേബി, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസറായ സാന്ദ്ര ബിജു, മേഘ്ന അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ അസ്മ ഇസ്മായിൽ, ഐശ്വര്യ ജയ, അഞ്ജിമ അനിൽ എന്നിവർ നേതൃത്വം നൽകി. വാടനപ്പള്ളി ചെട്ടിക്കാട് മേപ്പുറം കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് ക്ലബ് പരിസരത്തു നടന്ന ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജബ്ബാർ, ആവാസ് മുഹമ്മദ്, ശശികല തുടങ്ങിയവർ സംസാരിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. എനിക്ക് തോന്നുന്ന മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ ഈ ലഹരി ഉപയോഗം നമ്മുടെ ഭൂമിയിലുണ്ട്. ഈ ആധുനികമായ മനുഷ്യന്റെ ജീവിതം ആരംഭിച്ച കാലത്ത് ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതും നമുക്ക് നമ്മുടെ വലിയ അനുഭവമാണ്. ഇപ്പോ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. വലിയ തോതിലുള്ള മണലൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വിവിധ ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, മണലൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക ജോസി EL, മറ്റു വാർഡ് മെമ്പർമാർ, ക്ലബ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തൃത്തല്ലൂർ UP സ്കൂളിൽ സെൻസൈ സുമിയുടെ നേതൃത്വത്തിൽ കരാത്തെ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് കരാത്തെ ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. റൺഷി സുനിൽ BS പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് AA ജാഫർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KG റാണി, റിട്ടയർഡ് അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ KS ദീപൻ, കൈസൻ ഗോജു റിയു കരാത്തെ അസോസിയേഷൻ ഭാരവാഹികളായ സെൻസൈ ജംഷിദ്, സെൻസൈ മുകേഷ്, PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ്, മദർ PTA പ്രസിഡന്റ് രജനി KM, സുമി PS എന്നിവർ സംസാരിച്ചു. ഞാൻ CCക്ക് ചേർന്നപ്പോഴാണ് കരാത്തെ പ്രാക്ടീസ് തുടങ്ങിയത്. ആ ഒരു കാലഘട്ടങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അതേ സമയത്ത് രക്ഷിതാക്കൾ മുന്നിട്ട് തുടങ്ങിക്കൊണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് കാണിക്കുകയും ആ കരാത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ചെറിയ കുട്ടികളെ തന്നെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ആയോധന കലകൾ അഭ്യസിക്കുന്നത് അവരുടെ എല്ലാ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായുള്ള വികസനത്തിന് ഏറ്റവും ഉതകുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോഴത്തെ കാലത്ത് അറിയാം, നമുക്ക് ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരു പരിധി വരെ അവർക്ക് അവർ മാനസികമായിട്ടുള്ള രീതിയിൽ അതിനെ പിടിച്ചു നിർത്താനും അതോടൊപ്പം തന്നെ അവർക്ക് ശാരീരികമായ രീതിയിലുള്ള ഉന്നമനം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ രണ്ടിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾ മറ്റുള്ള രീതിയിലേക്ക് പോകാനുള്ള സന്ദർഭം അവരുടെ മനസ്സിലുണ്ടാവില്ല. പ്രാക്ടീസ് അങ്ങനെയുള്ള രീതിയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെല്ലാ പാരൻസും മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ആയോധന കലകൾ ഏതായാലും ശരി നല്ല രീതിയിലുള്ള ഇൻസ്ട്രക്ടേഴ്സിന്റെ കീഴിൽ പരിശീലിക്കാനും അതോടൊപ്പം തന്നെ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിലും മതി. കുട്ടികൾക്ക് ഒരു പരിധി വരെ അവർക്ക് ഇതൊക്കെ ഒരു താല്പര്യം ഉണ്ടാവണം. അവരുടെ പ്രായം വളരെ ചെറുപ്പമാണ്. അവർക്ക് അവരുടേതായ കളികളും കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു മൊബൈൽ അഡിക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ ഇതൊരു പാഷനായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്തിക്കാട് മേഖലാ സമ്മേളനം കാരമുക്ക് ഗ്രാമീണ വായനശാലയിൽ നടന്നു. കാലാവസ്ഥാ ശാസ്ത്രജ്ഞനും ജില്ലാ പരിസര വിഷയ സമിതി ചെയർമാനുമായ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കാലം തെറ്റുന്ന കാലാവസ്ഥ, താളം തെറ്റുന്ന കാർഷിക മേഖല എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ ധർമ്മൻ പറത്താട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനത്തിന് മേഖലാ പ്രസിഡന്റ് KM ഗോപിദാസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PU മൈത്രി, ജോയിന്റ് സെക്രട്ടറി AK രാജൻ, മേഖലാ സെക്രട്ടറി അജീഷ് KA, മേഖലാ ട്രഷറർ VB കൈലാസൻ, സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ നെൽസൺ B മാത്യു,
AK രാജൻ തുടങ്ങിയവരും സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ K വിദ്യാസാഗർ, KR അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റായി AK രാജൻ, സെക്രട്ടറിയായി KA അജീഷ്, ട്രഷററായി BB കൈലാസൻ, വൈസ് പ്രസിഡന്റായി PV പ്രസന്ന, ജോയിന്റ് സെക്രട്ടറിയായി സുജിത് M ശങ്കർ എന്നിവരടങ്ങുന്ന 17-അംഗ മേഖലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VK ഗോപാലൻ രക്തസാക്ഷി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പൊതുസമ്മേളനം ഡോക്ടർ P സരീൻ ഉദ്ഘാടനം ചെയ്തു. ആ മനുഷ്യൻ എന്തൊക്കെയായിരുന്നു ഈ നാടിന് എന്നുള്ളത്, കലർപ്പില്ലാതെ ഈ നാട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്നേഹിച്ചത് എന്നുള്ളതിന്, ആ സ്നേഹം എങ്ങനെയാണ് തലമുറയായി കൈമാറേണ്ടത് എന്നുള്ളതിനൊക്കെ പെരിഞ്ഞനത്തുകാർ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. സമുചിതമായി തന്നെ അത് ആചരിക്കുക എന്നുള്ളത്, കൊന്നതാണ് എന്നുള്ളത് നമ്മൾ വിളിച്ചു പറയുന്നത് തന്നെയാണ് ഒരു രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ആചരണത്തിന്റെ, ജനങ്ങളോട് അത് തുറന്നു പറയുന്നതിന്റെ, അതിൽ മറച്ചു പിടിക്കാൻ ഒന്നുമില്ല എന്നും അത് അഭിമാനത്തോടു കൂടി തന്നെയാണ് പങ്കുവെക്കേണ്ടത് എന്നും പറയുന്നതിന്റെ അർത്ഥം. അത് കൊലയെ ഗ്ലോറിഫൈ ചെയ്യുക എന്നോ കൊലപാതക രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക എന്നോ അല്ല, പകരം എന്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവൻ വെടിയേണ്ടി വന്നത് എന്ന് ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് കൊന്നില്ലാതെയാക്കിയാലും തീരില്ല എന്നുള്ളതിന്റെയും, അതിങ്ങനെ 1000 കൈകളിലൂടെ 1000 നാവുകളിലൂടെ പകർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ് രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായി കൊന്നു തള്ളിയതാണ് എന്ന് പറയേണ്ടി വരുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം TK രാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PK ചന്ദ്രശേഖരൻ, KV രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TK രമേഷ് ബാബു, AS സിദ്ധാർത്ഥൻ, CK ഗിരിജ, ഷീജ ബാബു, ലോക്കൽ സെക്രട്ടറി PA സുധീർ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കൊറ്റംകുളത്തു നിന്നും 100 കണക്കിന് പേർ അണിനിരന്ന പ്രകടനവും ഉണ്ടായിരുന്നു. കാഞ്ഞാണി തോട്ടുപുര തെറ്റാലിക്കാവ് ഭഗവതി ക്ഷേത്ര മഹോത്സവം ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് അഷ്ടനാഗക്കളം നടത്തി. ചൊവ്വാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, അഭിഷേകങ്ങൾ, തുടർന്ന് പഞ്ചാരി മേളത്തോടു കൂടിയ ശീവേലി എഴുന്നള്ളിപ്പ്, പത്മക്കളം, പ്രസാദൂട്ട് എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ഭഗവതിക്ക് രൂപക്കളം, ദീപാരാധന, നാദസ്വരം, പറ നിറയ്ക്കൽ, ഭക്തിഗാനാർച്ചന എന്നിവയും നടക്കും. ബുധനാഴ്ച രാവിലെ മുത്തപ്പനും വീരഭദ്രനും പത്മക്കളം, കരിങ്കുട്ടിക്ക് രൂപക്കളം, വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും, തിറമണ്ണാർക്ക് വരവേൽപ്പ്, നൃത്തം എന്നിവയും ഉണ്ടായിരിക്കും. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.
Manappuram Geeta Ravi Public School. The joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വലപ്പാട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജിതിൻ പി ജീനന്റെ വസതിയിൽ നടന്ന ഇഫ്താർ വിരുന്ന് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രീഷ്മ ദിലീപ് അധ്യക്ഷത വഹിച്ചു. സിജി സഞ്ജയൻ, രാജൻ പട്ടാട്ട്, മാല, നിത്യ സുധീർ, ജ്യോതിഷ് ഗോപി, കുഞ്ഞുമുഹമ്മദ്, മോഹനൻ, ബൈജു, ഉല്ലാസ്, ദിലീപ്, സുധീർ, ശശികുമാർ, ശാന്തി വാസുദേവൻ, രാധിക സഞ്ജീവ് എന്നിവർ സംസാരിച്ചു. ഇഫ്താർ വിരുന്ന് അല്ലെങ്കിൽ ഒരു വ്രതശുദ്ധിയോട് കൂടിയിട്ട് നോമ്പെടുക്കുന്നവൻ്റെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കാരക്ക മാത്രം മതി. വേറെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ ഒന്നും ആവശ്യമില്ല. നമ്മളൊരാളുടെ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം എടുക്കുന്ന ആ വ്രതത്തിന് എന്ത് നന്മയോട് കൂടിയിട്ടാണോ അതെടുക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു നന്മ അത് തുറപ്പിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നവനോ അല്ലെങ്കിൽ അതിനൊരു ഭക്ഷണം കൊടുക്കുന്നവനോ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മതാചാര പ്രകാരം പറയുന്നത്. എല്ലാ മതങ്ങളിലും അത് തന്നെയാണ്. നമ്മൾ വ്രതം എടുക്കുന്നതൊക്കെ പരിശുദ്ധമായിട്ട് ഒരു നിയത്തോട് കൂടിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പ്രത്യേക ഒരു ആഗ്രഹ സഫലീകരണത്തിനോ ഒക്കെ ആയിട്ടാണ്. അതുമാത്രമല്ല, നമ്മളൊരു വ്രതം നോക്കുന്നതിൻ്റെ പ്രത്യേക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ക്ഷേത്രനടയിൽ കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയവയ്ക്ക് ശേഷം അന്തിക്കാട് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കൽ പാണ്ടിമേളവും ഉണ്ടായി. മാവേലിക്കര കുട്ടിക്കൃഷ്ണൻ തിടമ്പേറ്റി. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പ്, ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പള്ളിവേട്ട എന്നിവ നടന്നു. ചൊവ്വാഴ്ച രാവിലെ തേവരുടെ ആറാട്ടോടെ ഉത്സവാഘോഷത്തിന് സമാപനമായി. ചടങ്ങുകൾക്ക് പച്ചാമ്പള്ളി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും ഉണ്ടായിരുന്നു.
ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി സജേഷ് കുറുവത്ത്, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മേനോത്ത്, ജോയിന്റ് സെക്രട്ടറി ഷാജി കുറുപ്പത്ത്, കമ്മിറ്റി ഭാരവാഹികളായ ഇ രമേശൻ, കൃഷ്ണപ്രസാദ് നമ്പീശൻ, ദേവദത്തൻ നെച്ചിക്കോട്ട്, ഹരികൃഷ്ണൻ, ആകാശ് അറയ്ക്കൽ, AS ഉണ്ണികൃഷ്ണൻ, വൈശാഖ് അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് അയ്യാണ്ടി ശ്രീ ഭദ്രകാളി ഗുരുമുത്തപ്പൻ ദേവസ്ഥാനത്ത് തോറ്റം മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പറവൂർ രാജു തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, ഗൂഢാനപൂജ, സദ്യ സമർപ്പണം, കലശപൂജ, നവകലശാഭിഷേകം, ഉച്ചപൂജ, എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവ നടന്നു. തുടർന്ന് മുത്തപ്പൻ കളം, കളത്തിൽ നൃത്തം, ദീപാരാധന, പുത്തൻപീടിക തോന്നിയേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് താലത്തോടുകൂടി എഴുന്നള്ളിപ്പ്, അത്താഴപൂജ, ദേവികളം, ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് AS വാസു, സെക്രട്ടറി AA ജയൻ, ട്രഷറർ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് മേപ്പറമ്പ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ നോട്ടീസ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ പ്രകാശനം ചെയ്തു. അന്തിക്കാട് മേപ്പറമ്പ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവം ഈ ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ നടക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് വാമനമൂർത്തി ക്ഷേത്രങ്ങൾ നമ്മൾ വളരെ അപൂർവമായിട്ട് കാണുന്ന ക്ഷേത്ര സങ്കേതങ്ങളാണ്. ആ സങ്കല്പത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മളുടെ അന്തിക്കാട് മേഖലയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ അവസരത്തിലേക്ക് വരുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ബ്രോഷർ പ്രകാശനം നടക്കുന്ന മഹനീയമായിട്ടുള്ള ചടങ്ങാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നത്. ഏറ്റവും ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി എനിക്ക് ഈ ബ്രോഷർ നൽകിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നൽകുകയാണ് ചെയ്തത്. ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെയാണ് ഉത്സവം. ക്ഷേത്രം തന്ത്രി കുളങ്ങാത്ത് ചോർലി വിഷ്ണു നമ്പൂതിരി, പ്രസിഡന്റ് ഷമ്മി അന്തിക്കാട്, ട്രഷറർ വേണുഗോപാൽ കൂനത്ത്, രക്ഷാധികാരികളായ സന്തോഷ് വാര്യർ, അയ്യപ്പദാസ്, വിജയരത്നം അടത്തിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് സുമിൻ TD എന്നിവർ പങ്കെടുത്തു. ഉള്ളതിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പറ നമ്മൾ ചൊരിയുമ്പോൾ ആ പറ കവിഞ്ഞു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കുടത്തിൽ വെള്ളം, ഒരു കുടം വെള്ളമാണ് കൊള്ളുക വെച്ചാൽ അതിൽ നമ്മൾ 1.25 കുടം വെള്ളം വയ്ക്കുക, കവിഞ്ഞ് സ്രവിച്ച് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഒരു അർത്ഥം.
അതായത് ദേവൻ ആ ഗ്രാമവാസികളെ കാണാനായിട്ട് 7 ദിവസങ്ങളിലായിട്ട് രാവിലെയും വൈകുന്നേരവും ശ്രീഭൂതബലിക്ക് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും ദേശവാസികളെ കാണാനായിട്ട്. അപ്പോൾ എല്ലാ വർഷവും ഉത്സവം നടന്നു വരാറുണ്ട്. അത് ഇത്തവണയും ഭംഗിയായിട്ട് വരണം. അത് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. നാട്ടിക ഗ്രാമപഞ്ചായത്തും ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റുകളും സംയുക്തമായി ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് പരിസരം വൃത്തിയാക്കി. കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, 5ാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി, 8ാം വാർഡ് മെമ്പർ CS മണികണ്ഠൻ, ഇക്കണോമിക്സ് വിഭാഗം മേധാവി C ശ്രീലത, NSS പ്രോഗ്രാം ഓഫീസറായ ബബിത, NSS വളണ്ടിയറായ ആരഭി എന്നിവർ സംസാരിച്ചു. അതിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമുക്കറിയാം എത്ര ഒരു നാട്ടിക പഞ്ചായത്തിൽ ഒരു മാസത്തിൽ ഏതാണ്ട് 40,000 ടൺ പ്ലാസ്റ്റിക് കവറുകളാണ് കയറ്റി പോകുന്നത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം. പക്ഷേ പൊതുയിടങ്ങൾ വലിയ രീതിയിൽ പ്ലാസ്റ്റിക് കവറുകൾ, ഐസ്ക്രീം ബോക്സുകൾ, അതുപോലെ തന്നെ ബോളുകൾ, ലേസിൻ്റെ പാക്കറ്റ് തുടങ്ങി പല സംഭവങ്ങളും റോഡ് സൈഡിൽ വലിച്ചെറിയണം. അത് ചെയ്യുന്നത് വിദ്യാർത്ഥികളാണ്. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 6,000-ഓളം വിദ്യാർത്ഥികളാണ്. നിങ്ങളല്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കുറേ കുട്ടികൾ അതൊരു ആഘോഷമായിട്ട് വലിച്ചെറിയണം. പക്ഷെ അതിൻ്റെ ഒരു ദുരന്തം നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയോട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. എപ്പോഴാണ് നിങ്ങൾ പ്രകൃതിയോട് സംസാരിച്ചത്? ഉണ്ടാവല്ലോ. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ആചാരപരമായ പ്രൗഢിയോടെ ആഘോഷിച്ചു. ഉദയത്തിൽ ക്ഷേത്ര ചടങ്ങുകളോടെ ആരംഭിച്ച് മഹാഗണപതി ഹോമം, കലശ പഞ്ചഗവ്യ പൂജകൾ, കലശാഭിഷേകങ്ങൾ, പൊങ്കാല സമർപ്പണം, ഉച്ചപൂജ മുതലായ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആണ്ടുവിഴ മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി വാരാഹി ദേവിക്ക് കളമെഴുത്തും പാട്ടും നടത്തി. KK വേലിക്കുട്ടി കോനോത്തുപറമ്പിൽ ദേവിക്കളത്തിന് കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി വിഷ്ണു കൂട്ടാല, ക്ഷേത്രഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരമാക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംദാൻ റിലീഫും MK അബൂബക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഷാനീർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KR സദഖത്തുള്ള അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിലർ KA സുലൈമാൻ അനുസ്മരണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ, KMCC ഭാരവാഹികളായ MA സാദിഖ്, മുസ്തഫ നെടുമ്പറമ്പ്, വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ, മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM നിഷാദ്, സെക്രട്ടറി EB അഷ്റഫ്, KB സുൽഫിക്കർ തുടങ്ങിയവർ സംസാരിച്ചു.
അവസ്ഥയുണ്ടായി, കെട്ടിമറക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. എന്തിന്റെ പേരിലാണ്? ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ്, ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് അത്തരം ഒരു നിർദ്ദേശം പോലീസിന് കൊടുത്തത് ഹോലി എന്ന് പറയുന്ന വർണ്ണശബളമായ മതേതര രാജ്യത്തിന്റെ ആഘോഷത്തെ, പല വർണ്ണങ്ങളുള്ള പല നിറങ്ങളുള്ള ഹോലി എന്ന് പറയുന്ന ആഘോഷം വെറും ഒരു നിറത്തിലേക്ക് മാറ്റാൻ സംഘപരിവാർ ശ്രമിച്ചപ്പോ വാടനപ്പള്ളി പഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളിൽ പാൽ അളക്കുന്നവർക്ക് സബ്സിഡി, പാൽ സംഭരണം, വിപണനം, വാതിൽപ്പടി സേവനം, വനിതാ പദ്ധതികൾ എന്നിവയുടെ ഉദ്ഘാടനം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷയായി. സരിത ഗണേശൻ, ശ്രീകല ദേവാനന്ദ, ഷൈജ ഉദയകുമാർ, ഗിരീഷ് മാത്തുക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഡയറി ഫാം ഇൻസ്ട്രക്ടർ അനൂപ് പദ്ധതി വിശദീകരിച്ചു. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാരമുക്ക് വിളക്കുംകാൽ സെന്ററിൽ ബോധവൽക്കരണ ക്ലാസ്, ഫ്ലാഷ് മോബ്, വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമേശ്, വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് സിന്ധു CS, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TJ ദേവസി എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ണത്ത് ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സത്യൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, രവി ജോസ് താണിക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, റോബിൻ വടക്കേത്തല, സൈമൺ തെക്കത്ത്, KG ശശിധരൻ, ഡോളി വിനീഷ്, ജിത്സി തോമസ്, സെൽജി ഷാജു, സണ്ണി ജോസഫ്, VK വിൻസെന്റ്, ജോസഫ് പള്ളിക്കുന്നത്ത്, സന്തോഷ് കൊടക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വളരെയധികം ഗാന്ധിജി ചിന്തകളിലൂടെയാണ് പോയിരുന്നത്. അത് നമ്മുടെ പാഠപദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്, സമൂഹത്തിലെ സ്പന്ദനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്, സമൂഹത്തിലെ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട്. സ്റ്റാമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ, നാണയം ഇറങ്ങിക്കഴിഞ്ഞാൽ, നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തിലും ഗാന്ധിജിയുടെ ഒരു ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തിയുന്നത്. ഇന്ന് ആ ചിന്തകളെ കഴിഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ കേന്ദ്രത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി 45 വയസ്സ് മുതൽ 78 വയസ്സ് വരെ ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ വേണ്ടി അഹിംസാ സിദ്ധാന്തം മുറുകെ പിടിച്ചുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങളെ തന്നെ ലോകത്തിന്റെ വേറൊരു രീതിയിലുള്ള ചിന്താശരനെ കൂടെ കൊണ്ടുപോയിട്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നിന്ന്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ആ മഹാത്മാവിന്റെ ചിന്തകളെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും RSS നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗൻവാടി ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, പഞ്ചായത്തിലെ ജൽജീവൻ പദ്ധതി പ്രകാരം പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കിഴക്കേനടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയൂബ്, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, പ്രവാസി കോൺഗ്രസ് ജില്ലാ ട്രഷറർ EM ബഷീർ, കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രമോദ് കണിമംഗലത്ത്, MK ശ്രീധരൻ, അജയൻ പറവത്ത്, സഗീർ KR, ജോഷി, സുബൈർ ശാന്തിപുരത്ത് എന്നിവർ നേതൃത്വം നൽകി. KMCC ഖത്തർ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ കണ്ണീരൊപ്പം കൈകോർക്കാം എന്ന പേരിലുള്ള റിലീഫ് വിതരണം സംഘടിപ്പിച്ചു.
മുറ്റിച്ചൂർ സുബുലുൽ ഹുദ മദ്രസയിൽ നടന്ന പരിപാടി KMCC ഖത്തർ സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറർ PSM ഹുസൈൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ റമദാൻ റിലീഫ് വിതരണം പ്രസിഡന്റ് ഉസ്മാൻ ഹാജി എടയാടി നിർവഹിച്ചു. നാട്ടിക മുസ്ലിം ലീഗ് പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നൌഷാദ് പാറളം, സത്താർ PA, KA ഹാറൂൺ റഷീദ്, മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ABA ബക്കർ ഹാജി, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CK അഷ്റഫ് അലി, KA ഖാലിദ്, PK ഖാലിദ്, ഖത്തർ KMCC ജില്ലാ ട്രഷറർ നസീർ വാടനപ്പള്ളി, മുഹസിൻ തളിക്കുളം, സലീം അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. 17 വർഷമായി റിലീഫ് പ്രവർത്തനവും മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കമ്മിറ്റിയാണ്. ഖത്തർ KMCC നിങ്ങൾക്കറിയാം, ഞാൻ വരുന്നതിന് 2 ദിവസം മുമ്പാണ് ഖത്തർ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ഒരു മെഗാ ഇഫ്താർ നടത്തി 3500-ലധികം ആൾക്കാർ പങ്കെടുത്ത ഒരു സദസ്സായിരുന്നു. ഖത്തറിൽ ഏറെ സംഘടനകളുണ്ട്. എന്നാൽ ഗവൺമെൻറ് തലത്തിലും മറ്റ് ഇതര സംഘടനയിലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് ഖത്തർ KMCC. സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇഫ്താർ വിരുന്നൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വർഷങ്ങളായി അബ്ദുൽ അസീസ് നടത്തിവരുന്ന സ്നേഹ സൗഹാർദ്ദ ഇഫ്താർ സംഗമത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. മലയാളം ഒമാൻ ചാപ്റ്റർ ചെയർമാൻ മുഹമ്മദ് അൻവർ ഫുല്ല, ഉമ്മർ അഹ്സനി പട്ടാമ്പി, മുഹമ്മദ് സഗീർ, അശോകൻ തെക്കിനിയടത്ത്, അർജുനൻ തേറമ്പിൽ, ബൈജു കരുവത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് SI സാബു, സാദിഖ് അലി, CPO അലി, ഇരിഞ്ഞാലക്കുട SP ഓഫീസ് റൈറ്റർ സുധീർ, വാർഡ് മെമ്പർ വിനയപ്രസാദ് എന്നിവർ സംസാരിച്ചു. നോമ്പ് എന്നത് ഒരു സംസ്കരണ പ്രക്രിയയാണ്, ഒരു ഫിൽട്ടർ നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു സംഗതിയാണ്. അത് 11 മാസത്തെ കഴിഞ്ഞ പാവങ്ങൾ പൊറുക്കപ്പെടുകയും ഇനി വരാനുള്ള 11 മാസത്തേക്കുള്ള ഒരു ട്രെയിനിങ് പീരീഡ് നാം ഇതിൽ നിന്ന് ഊർജ്ജം ശേഖരിക്കുക. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഒരു ചാർജിങ് ആണ് ഈ 11 മാസം. അത്തരത്തിൽ റമദാൻ ഉപയോഗപ്പെടുത്തുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനപ്പെടുകയുള്ളൂ. നമ്മുടെ സംസാരവും നമ്മുടെ ചിന്താശേഷിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും സൂക്ഷ്മത പുലർത്തുക. എന്നാൽ അല്ലാലക്കും തത്തക്കൂൻ എന്നാണ് നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് അവർ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയാണ്. അതല്ലാതെ വിശന്നു വയറൊട്ടിയ അല്ലെങ്കിൽ ദാഹിച്ചു കലഞ്ഞ ഒരു അവസ്ഥയിൽ എവിടെയെങ്കിലും തൂങ്ങി കിടന്നുറങ്ങുന്ന ഒരവസ്ഥയ്ക്കല്ല. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CPI നേതാവിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ വലപ്പാട് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് തുടക്കമായി. പഴുവിൽ രഘുമാരാരെ അന്തിക്കാട് വടക്കേക്കര മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.